മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ആദ്യമായി നിങ്ങൾക്കെല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേരുന്നു. ഇന്നത്തെ വീഡിയോയിൽ മകരം രാശിക്കാരുടെ 2024 ജനുവരി മാസത്തിലെ പൊതുമാസഫലങ്ങളാണ് പറയുന്നത്. ഈ മാസത്തിലെ ഗ്രഹനില എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. ഗുരു മേടം രാശിയിലും കേതു കന്നി രാശിയിലും ബുധനും ശുക്രനും വൃശ്ചികം രാശിയിലും സൂര്യനും ചൊവ്വായും ധനുരാശിയിലും ശനി കുംഭം രാശിയിലും രാഹു മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ സഞ്ചരിക്കുന്നത്. ഈ മാസത്തിലെ ഗ്രഹങ്ങളുടെ രാശിമാറ്റം ഇപ്രകാരമായിരിക്കും. ജനുവരി 7-ാം തീയതി ബുധൻ വൃശ്ചികം രാശിയിൽ നിന്നും ധനുരാശിയിലേക്കും 15-ാം തീയതി സൂര്യൻ ധനുരാശിയിൽ നിന്നും മകരം രാശിയിലേക്കും രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും. സൂര്യൻ്റെ ഈ രാശിമാറ്റം ഹിന്ദുക്കളെല്ലാം മകരസംക്രാന്തി ആയിട്ടാണ് ആഘോഷിക്കുന്നത്. ജനുവരി 18-ാം തീയതി ശുക്രൻ വൃശ്ചികം രാശിയിൽ നിന്നും ധനുരാശിയിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും. മാസാരംഭത്തിൽ ചിങ്ങത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ 2.25 ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കുന്നതായിരിക്കും. ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണന അനുസരിച്ചുള്ള പൊതുഫലങ്ങളാണ്. നിങ്ങളുടെ ജനന സമയം, ജനനസ്ഥലം, മഹാദശ, അന്തർദശ എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട്. ഇനി നമുക്ക് മാസഫലത്തിലേക്ക് കടക്കാം. ആദ്യമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. ശനിയാണ് 1-ാം ഭാവാധിപൻ. ശനി നിങ്ങളുടെ ധനസ്ഥാനമായ 2-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. ഇത് ശനിയുടെ സ്വരാശിയും മൂലത്രികോണ സ്ഥാനവുമാണ്. ഇപ്പോൾ ശനി മൗഢ്യനോ വക്രഗതിയിലോ അല്ല. അതിനാൽ ഈ മാസം ആരോഗ്യത്തിൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും. ഈ സമയത്ത് ധനപരമായി നേട്ടങ്ങൾ ഉണ്ടാകുന്നതുമായിരിക്കും. കുടുംബത്തും ഐശ്വര്യവും ശാന്തിയും നിലനിൽക്കുന്നതുമായിരിക്കും. ഇനി നിങ്ങളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ് പറയുന്നത്. 5-ാം ഭാവമാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. 5-ാം ഭാവാധിപൻ ശുക്രൻ ജനുവരി 18-ാം തീയതി വരെ ലാഭസ്ഥാനമായ 11-ാം ഭാവത്തിലും അതിനുശേഷം 12-ാം ഭാവത്തിലുമായിരിക്കും നിൽക്കുന്നത്. ശുക്രൻ്റെ ദൃഷ്ടി പതിക്കുന്നതും 5-ാം ഭാവത്തിലാണ്. 18-ാം തീയതി വരെ വിദ്യാർത്ഥികൾക്ക് അനുകൂല സമയമായിരിക്കും. അതിനുശേഷം ശുക്രൻ 12-ാം ഭാവത്തിൽ പ്രവേശിക്കുമ്പോൾ വിദ്യാർത്ഥികളുടെ ശ്രദ്ധ പഠനത്തിൽ നിന്നും വ്യതിചലിക്കുവാൻ സാധ്യതകളുണ്ട്. ഈ കാര്യത്തിൽ മാതാപിതാക്കളും ശ്രദ്ധിക്കണം. ഇനി ലവ് റിലേഷനിലുള്ളവരെ കുറിച്ച് പറയുകയാണെങ്കിൽ ജനുവരി 18-ാം തീയതി വരെ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും. പക്ഷേ അതിനുശേഷം ശുക്രൻ 12-ാം ഭാവത്തിൽ പ്രവേശിക്കുമ്പോൾ നിങ്ങൾ തമ്മിൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും വാദവിവാദങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. പക്ഷേ ഇത് നിങ്ങൾ ശ്രമിച്ചാൽ ഒഴിവാക്കാനും സാധിക്കുന്നതായിരിക്കും. അടുത്തതായി മകരം രാശിക്കാരുടെ ദാമ്പത്യ ജീവിതം ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. 7-ാം ഭാവാധിപൻ ചന്ദ്രനാണ്. ചന്ദ്രൻ ഓരോ 2.25 ദിവസം കഴിയുമ്പോൾ രാശി മാറിക്കൊണ്ടിരിക്കും. അതിനാൽ മകരം രാശിക്കാരിൽ അധികം പേരുടെയും ദാമ്പത്യ ജീവിതത്തിൽ ചില സമയം ഇടയ്ക്കിടയ്ക്ക് യാതൊരു കാരണമില്ലാതെയും അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റും ഉണ്ടാകുന്നതായിരിക്കും. ജനുവരി 15-ാം തീയതിക്ക് ശേഷം സൂര്യൻ നിങ്ങളുടെ രാശിയിൽ നിന്നും 7-ാം ഭാവത്തിൽ ദൃഷ്ടി പതിപ്പിക്കുമ്പോൾ നിങ്ങളുടെ ജീവിത പങ്കാളിയിൽ ഒരു അഗ്രസീവ്നെസ് വരാൻ സാധ്യതകളുണ്ട്. ഇതിനെ വിവേകപൂർവം കൈകാര്യം ചെയ്യുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും. ലാഭസ്ഥാനമായ 11-ാം ഭാവാധിപൻ ചൊവ്വ നിൽക്കുന്നത് നിങ്ങളുടെ 12-ാം ഭാവത്തിലാണ്. 12-ാം ഭാവം ചിലവിൻ്റെയും വിദേശ യാത്രയുടെയും മറ്റ് വിദേശ സംബന്ധമായ കാര്യങ്ങളുടെയും ദീർഘയാത്രകൾ എന്നിവയുടെയും എല്ലാം കാരകത്വമുള്ളതാണ്.
ചൊവ്വയും ഗുരുവും ഇവിടെ പരിവർത്തന യോഗം നിർമ്മിക്കുന്നുണ്ട്. അതായത് ഗുരു ചൊവ്വയുടെ രാശിയായ മേടത്തിലും ചൊവ്വ ഗുരുവിൻ്റെ രാശിയായ ധനുവിലുമാണ് നിൽക്കുന്നത്. ഈ സമയത്ത് വിദേശയാത്രകൾ ചെയ്യാൻ പ്ലാനിംഗ് ഉള്ളവർക്ക് അനുകൂല പരിസ്ഥിതികൾ ഉണ്ടാകുന്നതായിരിക്കും. വിദേശത്തു നിന്നും റെമിറ്റൻസുകളും മറ്റും ലഭിക്കുന്നതുമായിരിക്കും. ഭാഗ്യസ്ഥാനാധിപൻ ബുധൻ ജനുവരി 7-ാം തീയതി വരെ 11-ാം ഭാവത്തിൽ നിൽക്കുന്നതായിരിക്കും. ഈ സമയം ഭാഗ്യസ്ഥിതികൾ അനുകൂലമായിരിക്കും. എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും ഈ സമയത്ത് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം 7-ാം തീയതി ബുധൻ 12-ാം ഭാവത്തിൽ പ്രവേശിക്കുമ്പോൾ സമയം അത്ര അനുകൂലമായിരിക്കില്ല. കരിയറിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ 10-ാം ഭാവാധിപൻ ജനുവരി 18-ാം തീയതി വരെ ലാഭസ്ഥാനത്തായിരിക്കും നിൽക്കുന്നത്. ഈ സമയം കരിയറിൽ പ്രശ്നങ്ങളൊന്നും തന്നെ വരുന്നതല്ല. പക്ഷേ ശുക്രൻ 12-ൽ നിൽക്കുമ്പോൾ ഓഫീസിൽ ആരുമായും വാക്കുതർക്കങ്ങൾ ചെയ്യുവാൻ പാടില്ല. ഈ സമയത്ത് അലസത വരാനും സാധ്യതകളുണ്ട്. ഈ കാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടായിരിക്കണം. ബിസിനസ് ഈ മാസം സാമാന്യമായിരിക്കും. എങ്കിലും ശനി 2-ാം ഭാവത്തിൽ ബലവാനായി നിൽക്കുന്നതിനാൽ സാമ്പത്തിക സ്ഥിതികൾ സുദൃഢമാകുന്നതായിരിക്കും. ഇതാണ് മകരം രാശിക്കാരുടെ 2024 ജനുവരി മാസത്തിലെ പൊതു മാസഫലങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.